ആരോഗ്യവകുപ്പിന്റെ വാദങ്ങൾ തള്ളി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിന് ഇരയായ സുമയ്യ. വീഴ്ചയും തെറ്റും മറച്ചുപിടിക്കാനുള്ള ശ്രമമാണ് ആശുപത്രി അധികൃതർ ശ്രമിക്കുന്നത്. കടുത്ത ശ്വാസതടസ്സമുണ്ടെന്നും ഇപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുവെന്നും സുമയ്യ ജനം ടിവിയോട് പറഞ്ഞു. ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയയിൽ നെഞ്ചിൽ ഗ്ലൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ ചികിത്സയിൽ കഴിയുന്ന സുമയ്യ ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉണ്ട്. നമുക്ക് സുമയ്യയോട് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് ചോദിക്കാം. സുമയ്യ, എങ്ങനെയുണ്ട് ഇപ്പോൾ? ഇപ്പോഴെനിക്ക് എൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത്. ശ്വാസമുട്ടൊക്കെ ഉണ്ട്. എനിക്ക് നടക്കാനൊക്കെ അധികം നടക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. ഇങ്ങനെ ബുദ്ധിമുട്ടാണ് ഇപ്പോഴും. ഇന്നലെ ഡോക്ടറിനോട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മറുപടി വന്നത് അദ്ദേഹത്തിന് അറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, കൈയൊഴിഞ്ഞൊരു നിലപാടാണ് ഡോക്ടർ സ്വീകരിച്ചത്. അപ്പോൾ ഡോക്ടറിനോട് സംസാരിച്ചിരുന്നു? ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടറോട് ചെയ്ത് കിടക്കണോണ്ട് കുഴപ്പമില്ല, ഇത് നമുക്ക് എടുക്കാൻ പറ്റും, ഇതുമായിട്ടൊന്നും പറ്റൂല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്ക് ഈ സർജറി കഴിഞ്ഞ മുതൽ എനിക്ക് ഈ കാൽഷ്യത്തിൻ്റെ നല്ല പ്രശ്നമുണ്ട്, ഈ ശ്വാസം മുട്ടൊക്കെ ഇപ്പോൾ കൊട്ടിപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത് തന്നെ. ഡോക്ടർ ഇപ്പം പറയണ ഇത് കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെയാണ് പറയുക. എനിക്ക് ഈ സർജറി കഴിഞ്ഞതിന് ശേഷം യാതൊരു അസുഖങ്ങളും ബുദ്ധിമുട്ടും വന്നിട്ടില്ല എന്നൊക്കെയാണ് ഞാൻ കണ്ടത്. പക്ഷെ അത് പറഞ്ഞത് തികച്ചും കള്ളമാണ്. എനിക്കതിന് ശേഷം ഒന്നും ശ്വാസം മുട്ടും കിതപ്പെല്ലാം, കാരണം ഞാൻ ഈ ഡോക്ടറിനെ തന്നെ കൊണ്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ DMOക്ക് പരാതി നൽകിയിരുന്നു. അപ്പോൾ DMO ഇന്നലെ പരാതിയിൽ പറയുന്നത് അത് അടിസ്ഥാനരഹിതം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ DMOയുടെ ഓഫീസിൽ വീണ്ടും പോവുകയാണ്, പരാതി കൊണ്ട്. ഇന്ന് ശേഷം പോലീസ് ഇന്ന് ഇത് അന്വേഷണ റിപ്പോർട്ടൊക്കെ ചെയ്യുവാണ്, കസ്റ്റഡി. അപ്പോൾ എന്താണ് ഇതിൽ എന്താ തോന്നുന്നത്? ഈ ഒരു DMO കൈയൊഴിഞ്ഞൊരു നിലപാടാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതെ, അങ്ങനത്തെ ഒരു ഇതാണ് ഞാൻ കണ്ടത്. നമ്മളന്ന് പോയപ്പോഴത്തേക്ക് കണ്ടില്ലായിരുന്നു. ഇന്ന് നേരിൽ കാണാൻ വേണ്ടിയിട്ടാണ് DMO ഓഫീസിൽ പോകുന്നത്. പിന്നെ പോലീസ് വിളിച്ചായിരുന്നു മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് സുമയ്യയുടെ മൊഴി എടുക്കുവാണ്. അപ്പോൾ എപ്പോഴാണ് മൊഴി എടുക്കുന്നതെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല, അത് പറഞ്ഞിട്ടില്ല. ഇന്ന് പോവാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിനൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടാകുമോ ഇല്ലയോ എന്നൊരു ചോദ്യം എപ്പോഴെങ്കിലും മനസ്സിൽ വന്നിട്ടുണ്ടോ? ഉണ്ടാകണം, അതിനു വേണ്ടിയാണ് ഞാൻ ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. എന്നുവെച്ചാൽ എനിക്കാണ് നഷ്ടം സംഭവിച്ചത്. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റുമോ അതിനൊക്കെ ഞാൻ മുന്നോട്ട് പോകും. 2023 മാർച്ചിലാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. എപ്പോഴാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു തുടങ്ങുന്നത്? ഇങ്ങനെ ശ്വാസം മുട്ടലും അതുപോലെ നടക്കാൻ കൂടുതൽ പറ്റത്തില്ല. അപ്പോൾ എപ്പോഴാണ് ഇങ്ങനൊരു ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് അറിഞ്ഞ് ഈ ഒരു ഉള്ളിൽ ഒരു ട്യൂബ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് എപ്പോഴാണ്? എനിക്ക് ഈ സർജറി കഴിഞ്ഞ അന്ന് മുതൽ, ആ സർജറി ചെയ്തുകൊണ്ട സമയത്ത് എനിക്കൊരു ശ്വാസം മുട്ട് ഉണ്ടായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഈ ശ്വാസം മുട്ട് കിതപ്പൊക്കെ ഉണ്ടാണ്, കാൽഷ്യം കുറവൊക്കെയാണ്. ഈ ഗൈഡ് വെയർ കണ്ടുപിടിച്ചത് ഈ 2025 മാർച്ചിൽ ഞാൻ എക്സ്റേ എടുത്തപ്പോഴാണ് ഇത് കണ്ടത്. അതിന് മുമ്പ് ഇത് കിടക്കണമെന്ന് അറിയത്തില്ലെന്ന്. പക്ഷെ എന്നാലും എനിക്ക് ശ്വാസമുട്ടും കിതപ്പും സർജറി കഴിഞ്ഞ അന്ന് മുതലുണ്ടായിരുന്നു. ഈ ഡോക്ടർ രാജീവ് കുമാർ അദ്ദേഹമല്ല ആ ഒരു സർജറി സമയത്ത് ഉണ്ടായിരുന്നത്, അറ്റൻഡ് ചെയ്തത് അദ്ദേഹമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ടീം മെമ്പേഴ്സാണ് എന്ന് അദ്ദേഹം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയായിരുന്നു? അദ്ദേഹം ഉണ്ടായിരുന്നു സർജറി ചെയ്യുമ്പോൾ? പിന്നെ മെയിനായിട്ട് ഡോക്ടറായിരുന്നു, സർജറി ഡോക്ടർ രാജീവ് കുമാർ ഡോക്ടർ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും ഡോക്ടർ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ വേറെ കുറേ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്തപ്പോൾ ഇത് മാറ്റാൻ ബുദ്ധിമുട്ടുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഈ ഒരു സർജറി ചെയ്ത് ഈ ഒരു ട്യൂബ് മാറ്റാൻ പറ്റില്ല എന്നൊരു കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു? അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കീഹോൾ വഴി എന്തായാലും എടുക്കാൻ പറ്റത്തില്ല, വലിയൊരു സർജറി വഴി എടുക്കാം, പക്ഷേ അത് റിസ്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സുമയ്യയുടെ അവസ്ഥ നമ്മളെല്ലാവരും കണ്ടു. നിരവധി ചോദ്യങ്ങളാണ് ജനറൽ ഹോസ്പിറ്റലിൻ്റെ മുൻപാകെ ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന. നിരവധി കാര്യങ്ങൾ ജനറൽ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന വീഴ്ചകളെല്ലാം തന്നെ എണ്ണി പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പല ചാനലുകളും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും സുമയ്യയുടെ പരാതിയിൽ ഇന്ന് പോലീസ് മൊഴിയെടുക്കും. തുടർ നടപടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കും. ക്യാമറാമാൻ മനോജിനോടൊപ്പം ശ്രീനന്ദ, ജനം, തിരുവനന്തപുരം.